ചിലർ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം എന്താണെന്ന് പഠിക്കാത്തവരും അറിയാത്തവരും ഉണ്ട്. അവർ സുന്നികളെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. സുന്നികളാണെന്ന് പറയുന്ന ചിലർ വിവരക്കേട് കൊണ്ട് വിവരക്കേട് വിളിച്ചു പറയുന്നവരുമുണ്ട്. ഒരു തെളിവില്ലാതെ പലതും വിളിച്ചു പറയുന്നവരുണ്ട്. അതൊന്നും മുസ്ലിമീങ്ങൾ ചെവിക്കൊള്ളാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഔലിയാക്കൾ ഇഷ്ടപ്പെടാത്ത ചില സംഗതികൾ പറയുന്നവരുണ്ട്. ഞാൻ ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരാളുടെ ഒരു ക്ലിപ്പ് എനിക്ക് വണ്ടിയിൽ നിന്ന് ഒരാൾ കേൾപ്പിച്ചു. അതിൽ പറയുന്നത് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അജ്മീരി അല്ല, ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ശൈഖുനയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സിഎം വലിയുല്ലാഹിയാണ് എന്നാണ്. അങ്ങനെ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അജ്മീരി തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞതെങ്ങാനും സിഎം വലിയുള്ള ജീവിതത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ചവടക്കടിക്കൂ എന്നാണ് എൻ്റെ അഭിപ്രായം. സിഎം വലിയുല്ലാഹി അത് പൊരുത്തപ്പെടില്ല. ഒരു മഹാനെ ഇകഴ്ത്തുന്നത് പൊരുത്തപ്പെടില്ല. പിന്നെ ഇന്ത്യ ഭരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയേണ്ടതുണ്ടോ? ഇന്ത്യ ഭരിക്കുന്നത് ആരാന്ന് എല്ലാവർക്കും അറിയില്ലേ? അത് ബാഹ്യമായ ഭരണമാണ്. ആന്തരികമായ ചില ഭരണങ്ങൾ ചില മഹാന്മാർക്കുണ്ടാകാം, അത് നിഷേധിക്കണ്ട. പക്ഷേ ആ ഭരിക്കുന്ന എല്ലാ ഔലിയാക്കളെയും അമ്പിയാക്കളെയും അല്ല, ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് ഭരിക്കുന്ന ഭരണാധികാരികളെയും എല്ലാവരെയും ഭരിക്കുന്നവനാണ് അല്ലാഹ്. ആ അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒരു ചെറിയ അണുവിനെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ ഒരു ഭരണാധികാരിക്കും ഒരു ഗവൺമെന്റിനും ഒരു വലിയനും ഒരു നബിക്കും ഒരു മലക്കിനും ഒരാൾക്കും സാധ്യമല്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം പഠിപ്പിക്കുന്ന ഖവായിദുൽ അഖായിദിന്റെ തുടക്കത്തിൽ തന്നെ അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവറുകൾ സൂഫിയാക്കളിൽ ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ മഹാനാണ്. അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു സൂഫിയാക്കളുടെ നേതാവാണ്. മഹാനവറുകളും അതേപോലെ അൽ അൻവാറുൽ ഖുദ്സിയ്യ എന്ന സൂഫിയാക്കളുടെ ആശയങ്ങൾ പഠിപ്പിക്കുന്ന കിതാബിന്റെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലോകത്തുള്ള എല്ലാ മഹാന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കാതെ, അവൻ കഴിവ് കൊടുക്കാതെ ഒരു ദർറത്ത്, ഒരു അണുമണിയെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല, ഒരു വ്യക്തിക്കും കഴിയില്ല. മുഴുവനും അടക്കി ഭരിക്കുന്നവനാണ് അല്ലാഹ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്.